ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വന്നപ്പം സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കുവാണോ? വന്നപ്പം വന്നവരും കൊണ്ടുവന്നതാ. ആണോ? നല്ല ചെമ്മീൻ. ഓ ശരി ശരി. ചെമ്മീനൊക്കെ വല്ല അറിയാവോ? ചെമ്മീനൊന്നും അധികം വെച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? അമ്മയുടെ ധൈര്യത്തിലാണോ? ഞാൻ അടുപ്പത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളേ. പുളിയും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ചു. ബാക്കി മെയിൻ കുക്ക് ചെയ്യട്ടെ. ആണോ? കണ്ടുപിടിക്കാം. അമ്മച്ചി അതിനുള്ള സംഭവമാണോ അല്ല അരിഞ്ഞോണ്ടിരിക്കുന്നത്? ആണോ? ഉള്ളിയാണ് കൂടുതൽ. സവാള എത്ര വേണോ? ഉണ്ടാക്കാൻ പോവാ. എത്ര പേർക്ക് വേണം? അവന് വേണോ? ചോദിച്ചു വേണം. പാല് കുടിക്കുവോ? വേണം. എന്തിനാടാ എല്ലാം കഴുകിയിട്ടേക്കോ? ഒന്നും ഉണങ്ങുന്നില്ല. സോസാണോ? ഇപ്പൊ മാറിയതില്ലേ? അത് മതി. സോസ് അവൻ അടങ്ങിയിരിക്കുകയല്ലോ. സോസിനകത്ത് കുളിച്ചെന്ന് തോന്നുന്നു. ചെറുക്കന്റെ താഴെ ഇടും കേട്ടെ. ആരാടാ മുടി വെട്ടിയ? എന്താണേലും കുളിച്ച് കഴിയുമ്പോ കുളിമുറിക്കകത്ത് കണ്ണാടിയിലേ മസില് നോക്കും. എന്താടാ പോപ്പിയുടെ മസിൽ ഉണ്ടാടാ? ജിമ്മിൽ പോയി മസിലാ. അവനൊന്ന് മസില് വന്ന് കിട്ടിയാ മതി. ഉണ്ടോ? കോഴി മസിലും കൊണ്ട് വന്നേക്കുന്നു. ചെയ്യത്തില്ലേ? ചെയ്യത്തില്ല. പുസ്തകം ബുക്ക് പൊടിച്ചിട്ടുണ്ടോ? നിന്റെ പുസ്തകം എടുത്തുണ്ടോ? ഉപ്പിലിട്ട മാങ്ങ എടുത്തു കൊടുക്കടി. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകൾ ഇവരാ കേട്ടോ. കേശും അമ്മമ്മയും കൂടെ വന്നിട്ടുണ്ട്. നിനക്കെന്നാ വേണ്ടേ? ഉപ്പിലിട്ട മാങ്ങ ഇതാടെ മേളി ഇരിപ്പുണ്ട് കേട്ടോ. എത്തത്തില്ലേ? എടാ പോപ്പി ആ ഉപ്പിലിട്ട മാങ്ങ എടുത്തു കൊടുത്തേടാ. അതെ ഇതന്നെ പിള്ളേർക്ക് എന്നാ ഉണ്ടാക്കുന്നത്? അതാണ് പാല് കുടിക്കുന്നു ചോദിച്ചു. മറ്റേ വട കഴിച്ചു കഴിഞ്ഞിട്ടേ വിശപ്പ് പോയില്ലെന്ന്. ആണോ? ഉപ്പിലിട്ട മാങ്ങ ഉണ്ടോ? സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ടോ? മുളകിട്ട് വേണോ അതിനകത്ത്? കരിയാപ്പല ഇട്ടോ? ചെമ്മീൻ കറിയാണ്. ചാറായിട്ടില്ല, വെള്ളമായിട്ട്. കുഞ്ഞിന് നല്ല വേണല്ലേ? ചെറുതാരെ അടുത്തേക്ക് അതെല്ലേ? വിരളനായിട്ട് ഗ്രേവി വേണം. ഗ്രേവി വിത്ത് ഗ്രേവി. ഇനി ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളിയും കൂടെ ഇതും കൂടെ ഇടാം. അവൾക്ക് ചെമ്മീൻ കറി വെക്കാൻ അറിയത്തില്ല. പറഞ്ഞത് മെയിൻ കുക്ക് വെച്ചോളൂ എന്നൊക്കെ അവള് പറഞ്ഞു. കറി വേണമെന്ന് പഠിച്ചോ കേട്ടോ. എല്ലാവരും ആണോ? ഇതന്നെ വൈകുന്നേരത്തേക്ക് ഉള്ള ചക്കയാണോ? ചക്കപ്പുഴുക്കും ചെമ്മീനും ആയാലോ? ചക്കപ്പുഴുക്കും ചെമ്മീനോ? ചെമ്മീൻ കറി. ചെമ്മീൻ കറി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഒലപ്പായിട്ട് ഒരു വലിയ ആളൊന്നും വരികയില്ല. ഗ്രേവി വേണം ചക്കപ്പുഴുക്കിന് കൂട്ടാൻ. ഒരു കാര്യം ചെയ്യും, ചക്കപ്പുഴുക്ക് വേണ്ടാത്തത് പോയി 2 ചപ്പാത്തിയും ചപ്പാത്തിയും ചക്കപ്പുഴുക്കും. ചപ്പാത്തിയും ചെമ്മീൻ റോസ്റ്റ് നല്ലതല്ലേ? ചെമ്മീൻ എല്ലാത്തിനും കൂട്ടാൻ നല്ലതാണ് ഇഷ്ടമുള്ളവർക്ക്. അപ്പൊ നമ്മള് ചക്കപ്പുഴുക്കിന് കാന്താരി അടിക്കാം. ചപ്പാത്തിക്ക് ചെമ്മീൻ റോസ്റ്റ് കൊടുക്കാം. അങ്ങനെ എല്ലാം
കാന്താരി വിട്ട് പിടിക്കുന്നതിന് ഏർപ്പാടും ഇല്ല. ഇല്ലല്ല, കാന്താരി വിട്ട് നമ്മൾ ഒരു കേസും പിടിക്കുക. കാന്താരി വേണം. കാന്താരിയാണ് നമ്മുടെ മെയിൻ സാധനം. ആ ഇല്ലെങ്കിൽ സവോളയ്ക്ക് നേരിയ ഉപ്പ് കൊടുക്കുന്നത്. ചെമ്മീൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് വീരുന്ന ഉപ്പ്. ആ ഇതിൻ്റെ സവോളയ്ക്കകത്ത് അല്ലേ? മുളക് പൊടി മാത്രം എടുത്തിട്ട് ഇട്ട് ഈ മീൻ പൊടി ഇളക്കണം. ചെമ്മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് അത് കോരിയിട്ട് നമ്മൾ അതിനകത്ത് മുളക് പൊടി കുറച്ച് മുളക് പൊടിയും കൂടെ പുരട്ടി വെച്ച് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എണ്ണ നോക്കണം നല്ലപോലെ. എണ്ണ ഒഴിച്ചു. നല്ല മുങ്ങി എണ്ണ നന്നായിട്ട് തിളക്കട്ടെ. ഫ്രിഡ്ജിനകത്തൊന്നുമില്ല. മുളക് പൊടി ഇടുക. അതിനുള്ള ഒത്തിരി എരിവ് വേണ്ടായിരിക്കും അല്ലേ? പച്ചമുളകൊന്നും കിട്ടില്ലല്ലോ. പുരട്ടിട്ടുണ്ടല്ലോ മുളക്. ഗ്രേവിക്കുള്ളത്. അത് ഗ്രേവിക്കുള്ളത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അതവിടെ ചൂടാകുമ്പോഴത്തേനേ നമ്മുടെ ചെമ്മീനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്തോട്ടെ പോയി വെച്ചിട്ട് കാണിക്കുന്നു. മുളക് പൊടിയൊക്കെ നല്ല ഇട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടെ തക്കാളി ഇടാം. ഇവിടെ തന്നെ അപ്പം നമ്മുടെ ചെമ്മീൻ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ നമ്മൾ നല്ലപോലെ ഉപ്പും പുളിയും ഒക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തതാണ്. ചെമ്മീൻ ഭയങ്കര വേവാണ്. അതുകൊണ്ടാണ് ചെമ്മീൻ നമ്മൾ പിന്നെ പുളിവെള്ളത്തിനകത്തുനിന്ന് കോരി ഒന്നും കൂടെ വറുത്തെടുത്തത്. ഫ്രൈ ആക്കി എടുത്ത് ഇത് സാധാരണ അല്ലാതെ ഫ്രൈ ആക്കി വേണേലും എടുക്കാം അല്ലേ? അല്ലാതെ ഫ്രൈ ആക്കി കറി വെക്കാം. അതുപോലെ തന്നെ ഗ്രേവി ഉണ്ടാക്കുന്നതും ഇതുപോലെ നല്ലപോലെ കറിയാകുന്നു. ഇതിപ്പോൾ ആ ഗ്രേവി ഞാൻ ചെമ്മീൻ കോരി എടുത്തതിന് ശകലം വെള്ളം ഇരിപ്പുണ്ട്. അപ്പം ഇതിനകത്ത് തക്കാളിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ശകലം ഇതിൻ്റെ കോരി ഇരിപ്പുണ്ട്. അതുകൂടെ വേണേൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കുഴഞ്ഞ് നല്ലതായിട്ടിരുന്നോളൂ. ഞാൻ ഒരു തവണ സൂര്യ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളേ. അതന്നേരം ഈ ചട്ടിക്കകത്ത് തന്നെ ചതച്ച മുളകും ഉള്ളിയും കൂടെ വഴറ്റിയിട്ട് നന്നായിട്ട് ഇതും കൂടി ഇട്ട് റോസ്റ്റ് ആക്കി എടുക്കുമായിരുന്നു. റോസ്റ്റ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ കറി വെക്കാം. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഫ്രൈ ആക്കിയ ചെമ്മീനും കൂടി ഇടാം. ഇനി ഇച്ചിരി കരിയേപ്പില ഇട്ട് ശകലം ഗരം മസാലയും കൂടി. എനിക്ക് ചെമ്മീൻ തിന്നത്തില്ല. എനിക്ക് എന്തോ ഒരിതാ ചെമ്മീൻ ഇഷ്ടമില്ല. ഇഷ്ടമല്ലേ തിന്ന എന്തോ. അത് കക്കായ കക്കായി ചെമ്മീനോ അതെ എന്തോ പോലെയാ. ഇതെന്താണ് ചെമ്മീൻ കൂട്ടിയിട്ട് ചെമ്മീൻ കൂട്ടിട്ട് ശ്രദ്ധിച്ചായിരുന്നു. ഓർമ്മയുണ്ട്. അത് കക്ക അല്ല ചെമ്മീനായിരുന്നു. ഇന്നാളെ ഏറ്റുമാനൂർ ചെയ്യുന്നപ്പോൾ ചെമ്മീൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ല. എനിക്ക് കക്ക കൂട്ടിയ പ്രശ്നം. എനിക്കൊരു മുട്ട ഇങ്ങ് പൊരിച്ചു തന്നാ മതിയേ. അതായിരിക്കും പ്രധാന കാര്യം. നിങ്ങൾ ഇട്ടേക്കട്ടെ. ഇനി എന്നാ അമ്മ ഇപ്പം കരിയേപ്പില ഇട്ട് ഇച്ചിരി ഗരം മസാലയും കൂടി ഇടാം. ഇച്ചിരി ഗരം മസാല കൂടി ഇട്ടു. ഗരം മസാല ഒരു സ്പൂൺ വേണമായിരിക്കും അല്ലേ? കറി റെഡി ആയില്ലേ? നമ്മൾ തന്നെ പൊടിച്ച ഗരം മസാല ആയതുകൊണ്ടേ നല്ല ചതയുണ്ട്. കറി റെഡി ആയില്ലേ അമ്മ? കറി റെഡിയായി. ചക്കയും കൂടെ വേണിക്കാം. ചക്കയും കറിയും എല്ലാം കൂടെ റെഡിയാക്കിക്കോ. ചപ്പാത്തി ഉണ്ടാക്കണം. ചക്കയും വേവിക്കണം. ചപ്പാത്തി വാങ്ങിക്കുന്നല്ലേ? ചപ്പാത്തി ഉണ്ടാക്കാം. എന്നാ ശരി. നമ്മുടെ ചെമ്മീൻ ഗ്രേവി ഒക്കെ റെഡിയായി കഴിച്ചേക്കാല്ലേ അവന്? ഗ്രേവിയാണ്. ചെമ്മീൻ ഗ്രേവിക്ക് കൂടെ കഴിക്കാൻ ചപ്പാത്തി ഉണ്ട്, ചക്കപ്പുഴുക്കുണ്ട്, ചോറുമുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? എങ്ങനെയുണ്ട്? അപ്പൊ
അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.